തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സർവീസുകളും ആഭ്യന്തര സർവീസുകളും 22% വർദ്ധിപ്പിക്കും. രാജ്യാന്തര യാത്രക്കാർക്ക് സന്തോഷം നൽകുന്നതാണ് വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപനം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ 22% വർദ്ധിപ്പിക്കുകയാണ്. ഇന്നു മുതൽ 2026 മാർച്ച് 28 വരെയുള്ള വിന്റർ ഷെഡ്യൂൾ കാലയളവിലാണ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നു. പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 732 ഉയരും. നിലവിലെ സമ്മർ ഷെഡ്യൂളിൽ ഇത് 600 ആയിരുന്നു. നവി മുംബൈ, മംഗളൂരു, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ ആരംഭിക്കും. കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണവും കൂടും. വിദേശ നഗരങ്ങളായ ദമാം, റിയാദ്, കുവൈറ്റ്, കോലാലംപൂർ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളും വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. രാജ്യാന്തര സർവീസുകൾ 300 പ്രതിവാര ATMകളിൽ നിന്ന് 326 കൂടും. 9% അധിക വർധനയാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രതിവാര സർവീസുകൾ അബുദാബിയിലേക്ക് 66, ഷാർജയിലേക്ക് 56, ദമാമിലേക്ക് 28, കുവൈറ്റിലേക്ക് 24 ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകൾ പ്രതിവാര ATMകൾ 300-ൽ നിന്ന് 406 ഉയരും. 35% വർധനയാണ് ഉണ്ടാകുന്നത്. ബംഗളൂരുവിലേക്ക് 92, ഡൽഹിയിലേക്ക് 84, മുംബൈയിലേക്ക് 70 സർവീസുകളും ഉണ്ടാകും. ജനം, തിരുവനന്തപുരം.